ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അച്ഛൻ രാത്രി വെറൈറ്റി ആയിട്ട് എന്തോ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി തരാൻ പോവുകയാണ്. പക്ഷേ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ പറഞ്ഞു, നമ്മൾ കുഴച്ചു, ഉള്ളി അരിഞ്ഞു, എന്തൊക്കെയോ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് കേട്ടതുപോലെ ഇങ്ങനെ നിൽക്കുന്നു. അമ്മ പറയുന്നു അടുക്കളയൊന്നും ആരെയും കാണിക്കാൻ കൊള്ളൂല, അതുകൊണ്ട് ഇതൊന്നും ആരെയും കാണിക്കരുതെന്ന്. പക്ഷെ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേരെന്തേ? പേര് ഉണ്ടാക്കിയിട്ടിടും. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. പേര് ഉണ്ടാക്കിയിട്ടിടും, അതാണ് സാധനം. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയിട്ട് പേരിടാം. എന്നിട്ട് ഞാൻ അത് തംബ്നെയിലിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ടു മൈ വീട്ടിലെ ഒരു അടുക്കള വ്ളോഗ്. നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഡിഷിന് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ഉരുളക്കിഴങ്ങ് ഇട്ട്? അമ്മ എത്ര ഉരുളക്കിഴങ്ങ് ഇട്ടമ്മ ഇതില്? 3 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു വലുത്, 2 ചെറുത്. ചെറിയ വീട് 4, വലിയ വീട് 5. കൃഷ്ണവിലാസം ഭഗീരഥ പിള്ള. അവിടെ ഉരുളക്കിഴങ്ങ് വെന്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അച്ഛൻ പച്ചമുളക് കുരുകുരാന്ന് അരിയുകയാണ്. ഇവിടെ ഉള്ളിയും കുരുകുര അരിഞ്ഞു. എത്ര സവാള അരിഞ്ഞ്? 1 സവാള കുരുകുര അരിഞ്ഞു. 1 പച്ചമുളക്, 2 പച്ചമുളക് കുരുകുര അരിഞ്ഞു. പിന്നെ 1 ക്യാപ്സിക്കം, 1 തക്കാളി, കുറച്ച് അല്ലി വെളുത്തുള്ളി. ഇത്രയും അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേരറിഞ്ഞൂടാത്ത ഒരു സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പേരിടൂ. തക്കാളിയും ഇങ്ങനെ കുരുകുര അരിയുകയാണ്. എല്ലാ സാധനങ്ങളും കുരുകുര അരിയണോ? കംപ്ലീറ്റ് സാധനങ്ങളും ഇങ്ങനെ കുരുകുര അരിയുക. ഉരുളക്കിഴങ്ങ് മാത്രം വേവിക്കുക. ഓക്കെ. മ്യൂസിക് വിത്ത് പച്ചക്കറി. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വെറൈറ്റി വേണമെന്ന് രാവിലെ പോലെ ചിന്തിക്കും. അച്ഛൻ ചിന്തകളിൽ നിന്നും ഉണ്ടാക്കിയ ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടാക്കി കാണുമായിരിക്കും. വേറെ എവിടെയെങ്കിലും ഇതിന് സ്വാദൃശ്യങ്ങൾ തോന്നുന്നെങ്കിൽ അത് യാദൃശ്ചികം മാത്രം. ഇത് അച്ഛൻ രാവിലെ തൊട്ട് ഇത്ര നേരം വരെ ചിന്തിച്ചുണ്ടാക്കിയ ഡിഷാണ്. അമ്മയ്ക്ക് മക്കൾക്കും ജോലിയൊന്നുമില്ല. ഇവിടെ മല്ലിയിലയുണ്ട് അല്ലേ? അതൊന്ന് പറയാത്ത അച്ഛൻ. മല്ലിയിലയുണ്ട്. ഇത്രയും മല്ലിയിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കുനുകുന അരിയൂലേ, അതും കുനുകുന അരിയും. പക്ഷെ 2 പച്ചമുളകേ നമ്മൾ എടുത്തിട്ടുള്ളത്. എരി നമുക്ക് ഇവിടെ എല്ലാവർക്കും പൊതുവെ എരി കുറച്ച് മതി. നിങ്ങൾക്ക് ഇനി കൂടുതൽ എരി വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് അധികം ഇട്ടോട്ടെ. ഓക്കെ, എല്ലാ പച്ചക്കറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ചീനിച്ചട്ടി ചൂടായില്ല. ചൂടായില്ല, ഞാൻ പറഞ്ഞില്ലേ ചൂടായി. ചീനിച്ചട്ടിയിൽ ഇത്രയും വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്. ഇത്രയും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഇപ്പോൾ കുരുകുര അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് കൈകൊണ്ട് തന്നെ കാര്യമായിട്ട് ഉടക്കുകയാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലവിടെ ഉഷാവുദ്ദീപ്പിൻ്റെ സോങ് ആണ്. സ്റ്റാർ സിംഗർ വെച്ചിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇത്രയും പച്ചക്കറികൾ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു. എന്നിട്ട് പരലുപ്പാണ് നമ്മൾ ഇടുന്നത്. കാരണം പരലുപ്പ് എന്ന് വെച്ചാൽ കല്ലുപ്പ്. തൈറോയിഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, തൈറോയിഡ് വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് പരലുപ്പ്. ഓക്കെ, വീടുകളിൽ പരലുപ്പ് തന്നെ ഉപയോഗിക്കുക. ഇളക്കുന്ന സമയത്തുണ്ടോ?
ഓക്കെ, കുക്കർ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ കുറച്ച് എത്ര വേവിച്ച് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ നേരത്തെ ഇട്ട മിക്സ്ചർ ഓഫ് പച്ചക്കറികൾ ഇവിടെ ഈ പരുവത്തിലായി. ഇനി ഉടയണോ? ഓക്കെ, നന്നായിട്ട് നമ്മൾ ഉടച്ച് പേസ്റ്റ് പോലെ ആക്കിയിരുന്നു. നല്ല രീതിയിൽ ഉടഞ്ഞ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ആ മിക്സറിലോട്ട് നമ്മൾ മിക്സർ നല്ല കുഴഞ്ഞ് അല്ലേ, നല്ല വെന്ത് അതിൽ നമ്മൾ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് തട്ടിയിട്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ആ മിക്സ്ചറും ഉരുളക്കിഴങ്ങ് നമ്മൾ കാര്യമായിട്ട് മിക്സ് ചെയ്തു. ഇനി ഈ മിക്സറിലോട്ട് നമ്മൾ പൊടികൾ ഇടുകയാണ്. 1/2 ടീസ്പൂൺ അല്ല 1 ടീസ്പൂൺ ഉണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ള് കായപ്പൊടി, ദുടായിപ്പാണ്. ഓക്കെ, കുരുമുളക് പൊടി, കായപ്പൊടി, ഇത് രണ്ടും നമ്മൾ ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മിക്സ് 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 മിക്സ്. മിക്സിലാണ് കാര്യം, മനസ്സിലാക്കി. എല്ലാ പച്ചക്കറിയും ഇപ്പം ഉരുളക്കിഴങ്ങിൽ മിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ഡ്രൈ മസാല പരുവത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 2 മുട്ടയാണ് ഒഴിക്കാൻ പോകുന്നത്. മിക്സഡ് മസാലയിലോട്ട് 1 മുട്ട പൊട്ടിച്ചു, 2ാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇപ്പം നമ്മൾ 2 മുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ചു. മിക്സ് ചെയ്യണ്ടേ? അപ്പോഴേക്കും നമ്മൾ ഈ സൈഡിൽ ചപ്പാത്തി മാവിന് കുഴച്ച് ഒരു 7 വലിയ ഉരുളകളാക്കി വെച്ചിരിക്കുകയാണ്. അത് പരത്താനായി നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഇട്ടാണ് പരത്താൻ പോകുന്നത്. നല്ല വലുതായിട്ട് പരത്തണമെന്നാണ് നമ്മുടെ ഷെഫ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ വലുതായിട്ട് ചപ്പാത്തി പരത്താൻ പോവുകയാണ്. അമ്മ പറയണേ, അമ്മ ക്യാമറ കാണുന്ന അമ്മ വളയിട്ടിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ പരത്താം. പോയി വളയിട്ടിട്ടോ. ഇനി വേണോ കട്ടി? ഓക്കെ, അപ്പോൾ നമ്മൾ വളയിടാത്ത അച്ഛൻ ഷെഫ് വന്നിരിക്കുകയാണ്. ഓക്കെ, ഈ വലിപ്പത്തിലുള്ളൊരു 2 ഉരുള അച്ഛൻ ഇപ്പോൾ ഒറ്റ സെറ്റാക്കി പരത്തുകയാണ്. അച്ഛൻ വലുതായിട്ട് പരത്താൻ പോവുകയാണ്. നമുക്ക് സൈസ് അറിഞ്ഞൂടാത്തതുകൊണ്ട് നമ്മൾ വലുതായിട്ട് ഇച്ചിരി ഉരുട്ടിയങ്ങ് വെച്ച്. മഞ്ഞപ്പൊടി ഇടണ്ടായിരുന്നു. ഇളക്കി കഴിഞ്ഞെടുത്തോ, ഇവിടെ വരണോ? അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാൽ കൊള്ളാം. അതെ, അമ്മയുടെ കോൺട്രിബ്യൂഷൻ മഞ്ഞപ്പൊടി. ഇപ്പോഴാണ് ശരി കേരള സ്റ്റൈലായിരുന്നു. യെസ്, അവിടെ മഞ്ഞപ്പൊടി, ഇവിടെ ചപ്പാത്തി. ഇത്രയും വലുതായിട്ടാണ് അച്ഛനോട് പരത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് നൈസാണല്ലോ. മാക്സിമം നൈസായിട്ട് തന്നെ പരത്തണോ? പിന്നെ
കല്ലിലോട്ട് എടുത്തിട്ട് നമ്മൾ പൊട്ടിപ്പോത്തില്ല ചെയ്യണം. ഓക്കെ. ശരിവേ കൊണ്ടുപോവാ, ശരിവേ കൊണ്ടുപോവാ. ഓ ഇങ്ങോട്ട് പോയി ഒരു വളയം വെച്ച് ഇവിടെ പോയി വയ്യങ്കോ. മാജിക്കാണ് ഇവിടെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും കുക്കിംഗ് അല്ല, ഇതൊരു കലയാണ്. ബൃഹത്തായൊരു കലാരൂപമാണ് ഇവിടെ അരങ്ങേറുന്നത്. തട്ടിയിടല്ലേ. ആ മസാല ദാ ഇവിടെ വാങ്ങി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് അച്ഛന് മാത്രമേ അറിയാവൂ. ഓക്കെ. അച്ഛൻ്റെ ഇൻസ്ട്രക്ഷൻ മാനിച്ച് അമ്മ ദാ കല്ല് വയ്ക്കാൻ പോവുകയാണ്. കല്ലെന്ന് വെച്ചാൽ ദോശക്കല്ല്. ഓ, ചപ്പാത്തിയുടെ മുകളിൽ മസാല തേച്ചു പിടിപ്പിക്കുകയാണ് നമ്മൾ. വാവ്, ഇത്ര മസാല ഒരു ചപ്പാത്തിയില്ല. അപ്പൊ നമ്മൾ ഇത്ര ചപ്പാത്തി എന്ത് ചെയ്യും തന്നെ? ഓക്കേ, ഒരു സൈഡിലോട്ട് മടക്കി. കുറച്ച് കട്ടിക്ക് തന്നെ വേണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ആ സ്റ്റഫ് ചെയ്ത സാധനം കറക്റ്റായിട്ടിരിക്കും. വെട്ടിക്കളയുന്ന കല്ലിൻ്റെ പുറത്ത്. ഓ, ശരിയാ. ഓക്കെ, നമ്മളെ കല്ല് ചെറുതായത് കൊണ്ടാണ് നമ്മളത് വെട്ടിക്കളഞ്ഞത്. നിങ്ങൾക്ക് വലിയ കല്ലുണ്ടെങ്കിൽ നിങ്ങളത് വെച്ചോ. ഇവിടെ നമ്മൾ കല്ല് വെച്ച് അത്രയും വേണോ അമ്മ? തീ ഉറക്കട്ടെ. സാധനം കൊണ്ടുവന്നിരിക്കുന്നു, ഇട്ടിരിക്കുന്നു. കറക്റ്റ് കല്ലിൻ്റെ സൈസ്, ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും കല്ലിൻ്റെ സൈസ് മാനിച്ചാണ് നമ്മൾ ഇത്രയും വെട്ടിക്കളഞ്ഞത്. ഇല്ലെങ്കിൽ അത് വെട്ടിക്കളയൂലായിരുന്നല്ലേ. അതുപോലെ 2 ഉണ്ട ചേർത്തങ്ങ് പരത്തി. പൂക്കളും നമ്മൾ ഇത് തിരിച്ചിട്ടു, കുറച്ച് മൊരിച്ചെടുത്തു. അല്പം നെയ്യ് ഇതിൻ്റെ പുറത്തൊന്ന് തടവുന്നു, ഒരു ഗ്ലൈസിങ്ങിന് വേണ്ടി. ഓക്കെ, എന്നിട്ട് വീണ്ടും മറിച്ചിടുന്നു. എല്ലാവരും എത്തി കാണത്തില്ല, ഒന്നും കൂടെ വേവണ്ടേ. കല്ലിൻ്റെ മധ്യത്തെ ചൂട്ടിലോട്ട് വെച്ച് എല്ലാവരും ഒരുമാതിരി വേവിച്ചെടുക്കുക. അതിലെ പിൻപാന്തറിന്റെ യൂസ് ചെയ്യാം. അച്ഛനതൊക്കെ അറിയാല്ലേ? അച്ഛനതൊക്കെ എങ്ങനെ കണ്ട്? ഞാൻ കുറെ ഇതിന്റെ പുറകെ നടന്നതല്ലയോ. കലാശാസ്ത്രം, സാഹിത്യം പറഞ്ഞ് കുറേ നടന്നതാണ്. എങ്ങും എത്താതെ ഇപ്പം അടുക്കളയിലെത്തി. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കയ്യിൽ കൂടെ കടന്നു പോയി. എത്ര ഫീൽഡായിരുന്നു ഈശ്വര. ജീവിക്കാൻ പറ്റിയ കുറേ വേഷം. അവസാനം എന്താ ഇപ്പം ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലൈറ്റ് മാസ്റ്റർ. ഒരു സാന്ത്വനത്തിൻ്റെ മൗനം കട്ട് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ. ഓ, ഇതിപ്പോൾ ഒരു പീസ് മാത്രം ഒരാൾക്ക് കഴിക്കാൻ പറ്റും. 2 ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു.
മാത്രമേ ഓക്കെ, നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി അടയാണിത്. ഓക്കെ, നമ്മൾ പേരിട്ട് ചപ്പാത്തി അട എന്ന് പേരിടാട്ടാ. എന്ത് പേരും ഇതാണ് അച്ഛൻ്റെ സ്പെഷ്യൽ ഡിഷ്, ചപ്പാത്തി അട. മീനാക്ഷി വാ, ചപ്പാത്തി അട ടേസ്റ്റ്. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഓക്കെ, മീനാക്ഷി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മീനാക്ഷി പറ ഇത് കൊള്ളാമോ? ഊത് ഊത്. എടി ഞാൻ വീഡിയോ എടുത്തില്ലേടി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് മീനാക്ഷി പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ കഴിച്ചില്ല, കഴിക്കാം. മാസ്റ്റർ ഷെഫാണ്, ഹൈ സ്പീഡാണ് പരിപാടി. ഇപ്പൊ തന്നെ ഞാൻ കട്ട് ചെയ്യാലോ, വേണ്ടേ? ഓ, അങ്ങനെ അവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. എത്ര നേരം അവിടെ ആയിരുന്നു? അന്നാക്ക് വരെ പൊള്ളിയേ. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഡിഷ് ഒന്ന്? ചപ്പാത്തി അട. മീനാക്ഷി ഞാൻ പേരിട്ടതിന് ചപ്പാത്തി അട. നല്ല മണമുണ്ട്. ഓഹോ, ഇന്നെന്റെ എപ്പടി എപ്പടി നല്ല മസാല. നല്ല മസാല. ഓ, ഇതിനകത്ത് വെച്ചിരിക്കുന്ന സാധനം അതാണ് മസാല എന്നല്ലേ പറയണേ? മൊത്തത്തിലാകുമ്പോ ഉള്ളല്ലേ ചോദിക്കൂ. അതന്നെ. തിരിച്ചിട് തിരിച്ചിട്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ സാധനം. ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ചൂട്. ചപ്പാത്തി അട. ഓക്കെ, താങ്ക് യു.